സിനിമ കഥയുടെ അല്ലേ ചത്താപ്പച്ചിയുടെ കഥയുടെ ഏത് സാഹചര്യത്തിലാണ് മമ്മൂക്ക ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അത് ഒരു കമേഴ്ഷ്യൽ എലമെന്റ് മാത്രമുള്ള സാധനമായിരുന്നു? മമ്മൂക്കയുടെ എലമെന്റ് എന്താണെന്ന് വെച്ചാൽ അത് ആക്ച്വലി മമ്മൂക്ക അതിലോട്ട് ഉണ്ടാവും എന്നുള്ളത്. കാര്യം ഈ പടത്തിന്റെ പ്രോജക്റ്റിൽ ഞാൻ ഇന്നാവണത് സുനിൽ സിംഗ് എന്ന് പറഞ്ഞിട്ട് ജോർജ് ഏട്ടൻ മമ്മൂട്ടി കമ്പനി വിളിച്ചിട്ടാണ് നമ്മളിതിൽ ഇന്നാവണം. അവരൊരു ഇടപെടലുണ്ടായി, അങ്ങനെ നമ്മൾ ഈ പടത്തിൽ തന്നെ. അപ്പോഴേ ഇതിൻ്റെ മേജർ പ്രൊഡ്യൂസർമാർ മമ്മൂക്കായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു പരിപാടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ഐറ്റം വേണം. അങ്ങനെയാണ് വാൾട്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നത്. അത് ആ സമയത്ത് വന്നാൽ നല്ലതായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചില ടൈമിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടും പല കാര്യങ്ങളും കൊണ്ട് കുറച്ച് അവിടെ ഇവിടെ നിന്നൊക്കെ കണക്ഷൻ കുറവ് പോകുമ്പോഴൊക്കെ സിനിമക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മളോട് പല കൂട്ടുകാരും ചോദിക്കും, അതെന്തിനാ അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന, അല്ലാതെ അതങ്ങനെ വരാനതിന് മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, നമുക്കതെല്ലാം പറയാനും പറ്റില്ല. വാൾട്ടർ എന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ അടിപൊളിയാണെന്ന്, പിന്നെ മമ്മൂക്കനെ പോലത്തെ ഒരാളെ കൊണ്ടുവരാൻ പറ്റിയ ഒരു കമ്പനിയുമാണ് അവർ. അപ്പോൾ വരുന്നു ഇങ്ങനെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ വരവിനെ കുറിച്ച്, ഇല്ലേ? ഇല്ലില്ല, ആർക്കും ഒരു രണ്ടഭിപ്രായം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മമ്മൂക്ക ആ സമയത്ത് മാറി എന്നിട്ട് വരുന്ന സമയം വരുന്നത് നേരെ നമ്മുടെ തെറ്റിലാണ് വന്നിട്ട് അവന് വന്ന് ചെയ്തത്. മമ്മൂക്ക വരും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം മമ്മൂക്കനൊക്കെ പറഞ്ഞ് കൺവിൻസ് ആക്കാനുള്ള ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. അതെന്നെ നല്ല പേടിപ്പിക്കലായിരുന്നു. ഇവർ ഹൈദരാബാദിൽ കഥ പറയാൻ വേണ്ടി പോയത് മമ്മൂക്കനെ വിളിച്ചപ്പോൾ ഓൾറെഡി പ്രൊഡ്യൂസർ സൈഡിലുള്ള ആൾക്കാരൊക്കെ പറയടാ അങ്ങനെ ഇരിക്കൂട്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പം എനിക്ക് ഒന്നാമത് മമ്മൂക്ക അടുത്ത് പോകുമ്പോൾ നോർമലി എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും. ഇവരെന്നെ ഒടുക്കത്തെ പേടിയാക്കി. ഞാനപ്പോൾ തൊട്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ എത്ര മുമ്പ് ഞാൻ വിചാരിച്ചേ പടമങ്ങടെ മാറിപ്പോയെങ്കിൽ സത്യമായിട്ടും എനിക്ക് അത്ര പേടിയുണ്ടായി. എന്നിട്ട് ഞാൻ അകത്ത് കയറി മമ്മൂക്കനോട് ഇങ്ങനെ കഥ പറഞ്ഞപ്പോൾ എൻ്റെ വെപ്രാളത്തിൽ ആ മച്ചാൻ ഇങ്ങനത്തെ മച്ചാനാണ് വാൾട്ടർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ ഞാൻ മച്ചാൻ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കണം. അപ്പോൾ മമ്മൂക്കയുടെ കൂടെയുള്ള രണ്ട് ചേട്ടന്മാരുണ്ട്, അവരെ ഞാൻ കിടക്കണ ഫസ്റ്റ് മമ്മൂക്കനെ കണ്ടിട്ട് ഇത് ചെയ്യണ വെപ്രാളമൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അടിപൊളി സംഭവമാണ്, അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇങ്ങനത്തെ സാഹചര്യം എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ പുള്ളിയുടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പുള്ളി നമ്മളെ വരട്ടേണ്ട പരിപാടി ഉണ്ടല്ലോ, പിന്നീട് ഭയങ്കര കമ്പനിയാണ് മമ്മൂക്കയാണ് നമ്മൾ കാണുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആവുന്നൊരു കക്ഷിയാണ് കാണുന്നത്. അത് പക്ഷെ പലരും പറഞ്ഞുണ്ടാക്കുന്ന പേടിയാണ്, പുള്ളി ഇതായിരിക്കുകയാണ്. പക്ഷെ പുള്ളി നേരിട്ട് ഭയങ്കര ചോദിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഉണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അറിയാലേ പരിപാടിയാണ് എന്തായാലും മമ്മൂക്കയുടെ വെച്ചിട്ട് ഒരു സിനിമയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് രണ്ടുപേരാണല്ലോ മമ്മൂക്ക, ലാലേട്ടൻ്റെ അനന്തരവനായതുകൊണ്ട് എനിക്കതിൽ സന്തോഷം. ഡയറക്ടർ